ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 19/11/1989. മുരളി ഡേറ്റ് 7/10/2021. അവ്യക്ത മുരളിയുടെ സാരം: തൻ മൻ ധൻ ഔർ ജൻ കാ ഭാഗ്യ. ശരീരം, മനസ്സ്, ധനം, പിന്നീട് ജനം, ഇതിൻ്റെ ഭാഗ്യം. आज सच्चे साहेब अपने साहेबजादे और साहेबजादियों को देख रहे हैं. ഇന്ന് സത്യ അധികാരിയായ ബാബ തൻ്റെ ചക്രവർത്തിയും ചക്രവർത്തിനികളായ മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. बाप को कहते ही है सत्य, इसलिए बाप दादा द्वारा स्थापना किया हुआ युग का नाम भी സത്യുഗ് है. ബാബയെ പറയുന്നത് തന്നെ സത്യം എന്നാണ്. അതുകൊണ്ട് ബാബ്ദാദയിലൂടെ സ്ഥാപിക്കപ്പെട്ട യുഗം, അതിനെ സത്യുഗം എന്നാണ് വിളിക്കുന്നത്. ബാബ की महिमा भी सत बाप सत शिक्षक സദ്ഗുരു കേത്തെ. ബാബയുടെ മഹിമ തന്നെയാണ് സത്യ പിതാവ്, സത്യ ശിക്ഷകൻ, സദ്ഗുരു എന്നാണ്. സത്യക്ക് മഹിമ സദാഹി ശ്രേഷ്ഠ രഹി ഹെ. സത്യത്തിൻ്റെ മഹിമ എപ്പോഴും ശ്രേഷ്ഠം തന്നെയായിരുന്നു. സത്യ ബാബ് ദ്വാര ആപ് സഭി സത്യനാരായൺ ബന്നെ കെ ലിയെ സച്ചി കഥ സുൻ രഹേ ഹോ. സത്യബാബയിൽ കൂടി നിങ്ങൾ കുട്ടികൾ സത്യനാരായണനാകുന്നതിനായി സത്യകഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ऐसा सच्चा साहेब अपने बच्चों को देख रहे हैं कि कितने बच्चों ने सच्चे साहेब को राजी किया. സത്യ അധികാരിയായ ബാബ തൻ്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം കുട്ടികൾ സത്യ അധികാരിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. സच्चे साहेब की सबसे बड़ी विशेषता है वो दाता विदाता वरदाता है. സത്യ അധികാരിയായ ബാബയുടെ ഏറ്റവും വലിയ വിശേഷതയാണ് ബാബ ദാതാവുമാണ്, വിദാതാവുമാണ്, വരദാതാവുമാണ്. राजी रहने वाले बच्चों की निशानी സദാ ദാത്ത രാസി ഹെ. സന്തുഷ്ടരായിരിക്കുന്ന മക്കളുടെ അടയാളം തന്നെയാണ് സദാ ദാതാവും അവരിൽ സന്തുഷ്ടനായിരിക്കും. इसलिए ऐसी आत्माएं सदा अपने को ज्ञान के खजाने, शक्तियों के खजाने, गुणों के खजाने, सब खजानों से भरपूर अनुभव करेगी. അതിനാൽ തന്നെ അങ്ങനെയുള്ള ആത്മാക്കൾ അഥവാ കുട്ടികൾ സദാ സ്വയമിൽ ജ്ഞാനത്തിൻ്റെ ഖജനാവുകളാലും ശക്തികളുടെ ഖജനാവുകളാലും ഗുണങ്ങളുടെയും ഖജനാവുകളാലും അതുപോലെ എല്ലാ ഖജനാവുകളാലും സ്വയം നിറഞ്ഞിരിക്കുന്നതായി അനുഭവം ചെയ്യും. കബീ ഭി അപ്നെ കോ ഖജാനോ സെ കാലി നഹീ സമझेंगे. ഒരിക്കൽ പോലും ഏതെങ്കിലും ഖജനാവുകളിൽ നിന്നും കാലിയായ അനുഭവം അവർക്കുണ്ടാവില്ല. कोई भी गुण व शक्ति व ज्ञान के गुह्य राज से वंचित नहीं होगी. ഏതെങ്കിലും ഗുണം, ശക്തി അഥവാ ജ്ഞാനത്തിൻ്റെ ഗുഹ്യമായ രഹസ്യത്തിൽ നിന്നും അവർ വഞ്ചിക്കപ്പെടുകയില്ല. गुणों की व शक्तियों की परसेंटेज हो सकती है, लेकिन कोई गुण व कोई शक्ति ऐसे आत्माओं में हो ही नहीं, ये नहीं हो सकता. ഗുണങ്ങളിലും അഥവാ ശക്തികളിലും ശതമാനങ്ങളായി മാറാം, അതായത് അവർക്ക് കുറവുണ്ടാകാം. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഗുണങ്ങളുടെയോ അഥവാ ഏതെങ്കിലും ശക്തികളോ അവരിൽ ഇല്ലാതിരിക്കുക അതൊരിക്കലും സാധ്യമല്ല. जैसे समय प्रमाण कई बच्चे कहते हैं कि मेरे में और शक्तियाँ तो है, लेकिन ये शक्ति व गुण
नहीं है. ഇതുപോലെ സമയമനുസരിച്ച് ചില കുട്ടികൾ പറയാറുണ്ട്, എന്നിൽ എല്ലാ ശക്തികളുമുണ്ട്, എന്നിരുന്നാൽ ഈ ശക്തിയുടെ അഥവാ ഗുണത്തിൻ്റെ ഈ ശക്തി അഥവാ ഗുണം എന്നിലില്ല. तो नहीं शब्द निषेध होगा. ഇല്ല എന്നുള്ള ആ ശബ്ദം നിഷേധിക്കപ്പെടുകയാണ്. ऐसे दाता के बच्चे सदा धनवान होंगे. കാരണം ദാതാവിൻ്റെ മക്കൾ എപ്പോഴും ധനവാനായിരിക്കും. അർത്ഥാത് ഭർപൂർ വ സമ്പൻ ഹോങ്കെ. അതായത് അവർ നിറവുള്ളവർ സമ്പന്നരും ആയിരിക്കും. ദൂസരി മഹിമ ഹെ ഭാഗ്യവിധാത്ത. രണ്ടാമത്തെ ബാബയുടെ മഹിമയാണ് ഭാഗ്യവിധാത്ത. तो ഭാഗ്യവിധാത്ത സാഹിബ് കെ റാസി की നിശാനി. അപ്പോൾ ഭാഗ്യവിധാതാവായ ബാബയെ പ്രീതിപ്പെടുത്തിയതിൻ്റെ അടയാളം ऐसे मास्टर भाग्यविधाता बच्चों के मस्तक पर सदा भाग्य का सितारा चमकता रहता है. ഭാഗ്യവിധാതാവിനെ പ്രീതിപ്പെടുത്തിയിരിക്കുന്ന മാസ്റ്റർ ഭാഗ്യവിധാതാവായിരിക്കുന്ന മക്കളുടെ മസ്തകത്തിൽ സദാ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കും. അർത്ഥാത്ത് ഉൻകി മൂറത്തോ സൂറത്ത് സെ സദാ റുഹാനി ചമക് ദിക്കായി ദേത്തി ഹെ. അതായത് അവരുടെ മുഖത്തിൽ കൂടിയും നടപ്പിലൂടെയും സദാ ആത്മീയതയുടെ തിളക്കം കാണപ്പെടും. മൂറത്ത് സെ സദാ രാസി रहने का ഫീച്ചേഴ്സ് ദിക്കായി ദേത്ത. അവരുടെ മൂർത്തിയിൽ അതായത് മുഖത്ത് സദാ സന്തുഷ്ടരായിരിക്കുന്ന സ്വരൂപമാണ് പ്രത്യക്ഷമായിരിക്കുക. സൂറത്ത് സെ സദാ റുഹാനി സീറത്ത് അനുഭവ് ഹോഗി. അവരുടെ രൂപത്തിൽ നിന്നും സദാ ആത്മീയതയുടെ ബുദ്ധി, ആ ഒരു ദിവ്യ ബുദ്ധിയുടെ അനുഭവമാണ് ഉണ്ടാവുക. ഇസ്കോ കേത്തെ മസ്തക് മേ ചമക്താ ഹുവാ ഭാഗ്യ കാ സിതാര. ഇതിനെ തന്നെയാണ് പറയുന്നത് മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യ നക്ഷത്രമെന്ന്. ഹർ ബാത് മേ തൻ മൻ ധൻ ജൻ ചാരോ രൂപോ സെ അപ്ന ഭാഗ്യ അനുഭവ കരേഗ. അവർ എല്ലാ കാര്യത്തിലും, ശരീരത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും മനസ്സിൻ്റെയും ധനത്തിൻ്റെയും ജനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ അവർ അനുഭവം ചെയ്യും. ऐसे नहीं कि इनमें से कोई एक भाग्य के प्राप्ति की कमी महसूस करेगा. ഒരിക്കലും ഈ 4 കാര്യങ്ങളിൽ ഒന്നിൻ്റെ പോലും, അതായത് ഒരു ഭാഗ്യത്തിൻ്റെ പോലും കുറവ് അവർ അനുഭവം ചെയ്യുകയില്ല. मेरा भाग्य में 3 बातें तो ठीक है, ബാക്കി एक बात की कमी है, ऐसे नहीं. എന്നിൽ 3 പ്രകാരത്തിലുള്ള ഭാഗ്യമുണ്ട്, എന്നാൽ ഒന്നിൻ്റെ കുറവുണ്ട്, ഒരു ഭാഗ്യം ഇല്ല എന്നൊരിക്കലും അവർ പറയുകയില്ല. അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാവുകയില്ല. തൻകാ ഭാഗ്യ തൻകാ ഹിസാബ് കിതാബ് കഭി പ്രാപ്തി കാ പുരുഷാർത്ഥ കെ മാർഗ മേ വിഘ്ന അനുഭവ നഹി ഹോഗ. ശരീരത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ബാബ്ദാദ പറയുകയാണ്. അതായത് ശരീരത്തിൻ്റെ കണക്കുകൾ, കർമ്മക്കണക്കുകൾ ഒരിക്കലും പ്രാപ്തിയിലോ അതോ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിലോ വിഘ്നരൂപമായി അനുഭവപ്പെടുകയില്ല. തൻ കബീബി സേവാസെ വഞ്ചിത്തോനെ നഹി ദേഗ. ശരീരത്തിൻ്റെ കുറവുകൾ അതോ ശരീരത്തിൻ്റെ കണക്കുകൾ ഒരിക്കലും ഈശ്വരീയ സേവനത്തിൽ നിന്നും വഞ്ചിക്കുകയില്ല. कर्मभोग के समय भी ऐसे भाग्यवान किसी न किसी प्रकार से सेवा के निमित्त बनेंगे. കർമ്മഭോഗം അനുഭവിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഭാഗ്യവാനായിരിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും പ്രകാരത്തിൽ സേവനത്തിൽ നിമിത്തമായിരിക്കും. कर्मभोग को चलाएगा लेकिन कर्मभोग के वश चिल्लाएगा नहीं. കർമ്മഭോഗത്തിൻ്റെ കാരണം അവർ ശരീരത്തെ നടത്തിക്കൊണ്ടു പോകും, എന്നാൽ കർമ്മഭോഗത്തിന് വശമായി ഒരിക്കലും നിലവിളിക്കുകയില്ല. ചില്ലാന അർത്ഥാത് കർമ്മഭോഗ കാ ബാർ ബാർ വർണ്ണൻ കർണ.
അതായത് നിലവിളി കൂട്ടുക എന്നതിൻ്റെ അർത്ഥം ബാബ്ദാദ പറയാണ്. അതായത് അവരുടെ രോഗത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ വ്യാധികളെക്കുറിച്ച്, ശരീരത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വർണ്ണിക്കുകയില്ല. വ ബാർ ബാർ കർമ്മഭോഗ് की तरफ बुद्धि और समय लगाते रहना. അഥവാ ഇടയ്ക്കിടെ കർമ്മഭോഗത്തിൻ്റെ ഭാഗത്തേക്ക് തൻ്റെ ബുദ്ധി പോവുക, അതിലേക്ക് ശ്രദ്ധ പോവുക, അഥവാ സമയം അതിനു വേണ്ടി കൊടുക്കുക. छोटी सी बात को बड़ा विस्तार करना. ചെറിയ നിസ്സാരമായ വേദനയും കാര്യങ്ങളായിരിക്കാം, അതിനെ വിസ്താരത്തിൽ കൊണ്ടുപോവുക. इसको कहते चिल्लाना और बड़ी बात को ज्ञान के सार से समाप्त करना. इसको कहते चलाना. അതായത് ചെറിയ കാര്യത്തെ വലുതാക്കി മാറ്റുക, ഈ തരത്തിലുള്ള കാര്യത്തെയാണ് ചില്ലാന അഥവാ നിലവിളിക്കുക എന്ന് ബാബ്ദാദ ഉദ്ദേശിച്ചത്. അതുപോലെ വലിയ കാര്യങ്ങളായിരിക്കാം, വലിയ അസുഖങ്ങളും വേദനകളും ഉണ്ടാകാം, എന്നാൽ ജ്ഞാനത്തിൻ്റെ സാരത്തിൽ കൂടി അതിനെ സമാപ്തം ചെയ്യുക, ഇതിൻ്റെ അർത്ഥമാണ് നടത്തിച്ചു പോവുക. കർമ്മഭോഗമുണ്ട്, കർമ്മക്കണക്കുണ്ട്, എന്നാലും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തിച്ചു കൊണ്ടുപോവുക. तो सदा ये बात याद रखो, योगी जीवन के लिए चाहे छोटा कर्म भोग हो चाहे बड़ा हो, लेकिन उसका वर्णन नहीं करो. അതുകൊണ്ട് സദാ ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം. യോഗി ജീവിതത്തിൽ ചെറിയ കർമ്മഭോഗമായിരിക്കാം, അത് വലിയ കർമ്മഭോഗം തന്നെയായിരിക്കാം, അഥവാ അസുഖമായിരിക്കാം, അതിനെ ഒരിക്കലും വർണ്ണിക്കരുത്. കർമ്മഭോഗ की कहानी का विस्तार नहीं करो. കർമ്മഭോഗത്തെക്കുറിച്ചുള്ള ആ കഥയെക്കുറിച്ചുള്ള വിസ്താരത്തിലേക്ക് പോകരുത്. അഥവാ അതാണ് ഇതാണ് ബാബറിന അത്തരത്തിൽ വർണ്ണിക്കേണ്ട. क्योंकि वर्णन करने में समय और शक्ति उसी तरफ होने के कारण, കാരണം ഈ അസുഖത്തെ പറ്റി വർണ്ണിക്കുന്നതിൽ തന്നെ തൻ്റെ സമയവും ശക്തിയും അതിലേക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആ കാരണം കൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ഹോ ജാത്തെ, അവിടെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയി മാറുകയാണ്. സോൾ കോൺഷ്യസ് നഹി, അവിടെ എന്തുണ്ടാവില്ല? സോൾ കോൺഷ്യസ് ഉണ്ടാവില്ല, ആത്മബോധം ഉണ്ടാവില്ല. ये हेल्थ कॉन्शियस रूहानी शक्ति से धीरे धीरे നെർവസ് ബനാ ദേത്തി ഹെ. അപ്പോൾ എത്രത്തോളം നമ്മൾ ആരോഗ്യത്തിൻ്റെ കോൺഷ്യസിലേക്ക് വരുന്നു, ശരീരത്തിൻ്റെ കോൺഷ്യസിലേക്ക് വരുന്നു, അത്രത്തോളം ആത്മീയ ശക്തി കുറയാൻ തുടങ്ങുന്നു. ഇസ്ലിയെ കബീ ബി ജ്യാദ വർണ്ണൻ നഹി കറോ. അതുകൊണ്ട് ശരീരവ്യാധികളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, വേദനയെക്കുറിച്ച് ഒരിക്കലും ആരോടും കൂടുതൽ വർണ്ണിക്കരുത്. യോഗി ജീവൻ കർമ്മഭോഗക്കോ കർമ്മയോഗമേ പരിവർത്തൻ കർണേ വാലാ ഹെ. ഒരു യോഗി എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നവരായിരിക്കും. യഹേ തൻകെ ഭാഗ്യക്ക് നിശാനിയ. ഇതൊക്കെയാണ് ശരീരത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ. അതായത് ചില്ലാനെ വാലെ നഹി ചലാനെ വാലെ. നിലവിളി കൂട്ടുന്നവരല്ല, രോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നവരല്ല, പകരം ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരാണ്. കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരാണ്. അതുപോലെ മൻ കാ ഭാഗ്യ. ഇനി മനസ്സിൻ്റെ ഭാഗ്യം എന്നത് മൻ സദാ ഹർഷിത് രഹേഗ. മനസ്സ് സദാ ഹർഷിതമായിരിക്കും. क्योंकि भाग्य के प्राप्ति की निशानी ഹർഷിത് രഹ്ന ഹി ഹെ. കാരണം ഭാഗ്യത്തിൻ്റെ പ്രാപ്തിയുടെ അടയാളം എന്താണ്? സദാ ഹർഷിതമായിരിക്കാം. ജോ ഭർപൂർ ഹോഗ വോ സദാ ഹി മൻ സെ മുസ്കുരാത്താ രഹ്താ. ആരാണോ സദാ നിറഞ്ഞിരിക്കുന്ന അനുഭവം ചെയ്യുന്നത്, അവർ സദാ മനസ്സുകൊണ്ടും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. मन के भाग्यवान सदा इच्छा മാത്രം അവിദ്യാസ്ഥിതി വാലെ ഹോത്തെ. മനസ്സിൻ്റെ ഭാഗ്യവാനായിരിക്കുന്ന കുട്ടികൾ സദാ ഇച്ഛാ മാത്രം അവിദ്യാസ്ഥിതിയിലുള്ളവർ ആയിരിക്കും. तो भाग्य विधाता के राजी होने के कारण
सर्व प्राप्ति संपन्न अनुभव करने के कारण मन का लगाव व झुकाव व्यक्ति व वस्तु के तरफ नहीं होगा. ഭാഗ്യവിധാതാവിനെ പ്രീതിപ്പെടുത്തിയ കാരണവും സർവപ്രാപ്തി സമ്പന്നതയുടെ അനുഭവം ചെയ്യുന്ന കാരണത്താൽ മനസ്സിൻ്റെ ആകർഷണവും മനസ്സിൻ്റെ അടിമത്വം, അതായത് വ്യക്തികളിലോ അതോ വസ്തുക്കളിലോ ഉണ്ടാകുന്നില്ല. ഇസ്കോ ഹി സാർ രൂപ് മേ കേത്തെ മൻമനാഭവ. അപ്പം ഇതിനെ സാരരൂപത്തിൽ പറയുന്നു മൻമനാഭവ. मन को बाप के तरफ लगाने में मेहनत नहीं होगी. അവർക്ക് മനസ്സിനെ ബാബയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ യാതൊരു പ്രയാസവും അനുഭവപ്പെടില്ല. വളരെ സഹജമായി തന്നെ ബാബയുമായിട്ട് മനസ്സ് ബന്ധിപ്പിക്കാനും ബാബയോട് മുഹബത്ത് സ്നേഹത്തിൻ്റെ സംബന്ധം വയ്ക്കാനും ബാബ തന്നെ അവരുടെ സ്നേഹത്തിൻ്റെ ലോകമായി മാറുകയും ചെയ്യും. एक बाप दूसरा ना कोई इसे अनुभूति को मन का भाग्य कहते. ഒരു ബാബയല്ലാതെ രണ്ടാമതായി മറ്റാരുമില്ല എന്ന അനുഭൂതിയെ തന്നെയാണ് മനസ്സിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ബാബ ധനത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും ജനഭാഗ്യത്തെക്കുറിച്ചും ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. अच्छा, सदा सर्व प्रकार के भाग्य को अनुभव करने वाले, സദാ സർവപ്രകാരത്തിലുള്ള ഭാഗ്യത്തെ അനുഭവം ചെയ്യുന്ന അനുഭവി ആത്മാവോംകോ, അനുഭവി ആത്മാക്കൾക്ക് സദാ ഹർ കദം മേ ജി ഹസൂർ കർനെ വാലെ ബാപ് കെ മദദ് കെ അധികാരി ശ്രേഷ്ഠാത്മാവോംകോ, സദാ ഓരോ കാൽവെപ്പിലും ജി ഹസൂർ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ബാബയുടെ സഹയോഗികളായ അധികാരിയായ ശ്രേഷ്ഠാത്മാക്കൾക്ക് सदा प्रसन्न चित्त के बदले प्रसन्न चित्त रहने वाले, സദാ പ്രശ്നചിത്തരായിരിക്കുന്നതിനേക്കാളും പ്രസന്ന ചിത്തതയോടിരിക്കുന്ന ഐസെ പ്രശംസയ്ക്ക് യോഗ്യ, അത്തരത്തിൽ പ്രശംസയ്ക്ക് യോഗ്യരായ യോഗി ആത്മാക്കോ ബാബ്ദാദാ കാ യാദ് പ്യാർ ഔർ നമസ്തേ. യോഗ്യരായ ആത്മാക്കൾക്ക്, യോഗി ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും नमस्तेम. हम रूहानी बच्चों के रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. वरदान. समाने की शक्ति द्वारा एक मत का वातावरण बनाने वाले दृष्टांत रूप भव. ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ ഏക മതത്തിൻ്റെ വാതാവരണം സൃഷ്ടിക്കുന്ന ദൃഷ്ടാന്ത രൂപമായി ഭവിക്കൂ, ഉദാഹരണ സ്വരൂപമായി ഭവിക്കൂ. വിശദീകരണം. जो एक जैसे मन के हैं, एक की ही लगन और एक स्थिति में स्थित, एक की मत पर चलने वाले हैं. ആരാണോ ഒരുപോലുള്ള മണികൾ, ഒരേ ഒരു ലഹരിയിലിരിക്കുന്ന, ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന, ഏക് കി മത് പർ ചലനെ വാലെ, ഒരു ബാബയുടെ മതമനുസരിച്ച് നടക്കുന്ന, ആപ്പസ് മേ സങ്കല്പോ മേ ഭി ഏക് മത് ഹെ, പരസ്പരം സങ്കല്പങ്ങളിൽ പോലും ഏക മതം അഥവാ ഏക അഭിപ്രായത്തിലിരിക്കുന്ന, വഹി മാലാമേ പിരോയെ ജാത്തെ, അങ്ങനെയുള്ള ആത്മാക്കളാണ് മാലയിലെ മണികളായി കോർക്കപ്പെടുന്നത്. ലേക്കിൻ ഏക് മത് കാ വാതാവരൺ തബ് ബനേഗാ ജബ് സമാനെ കി ശക്തി ഹോഗി. എന്നാൽ എപ്പോഴാണോ ഉൾക്കൊള്ളുവാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഏക മതത്തിൻ്റെ, ഏക അഭിപ്രായത്തിൻ്റെ വാതാവരണം ഉണ്ടാവുക. യദി കോയി ബാത് മേ ഭിന്നത ഹോ ജാതി ഹൈ तो सदा उस भिन्नता को समाओ, तब आपस में एक मत से समीप पाएंगे. ഒരുപക്ഷെ ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നത ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ, ആ അഭിപ്രായ വ്യത്യാസത്തെ ഉൾക്കൊള്ളുക. അപ്പോൾ പരസ്പരം ഏക മതത്തിലൂടെ സമീപത്തിൽ വരാൻ കഴിയും. और सबके आगे दृष्टांत रूप बनेगा. അപ്പോഴാണ് സർവരുടെ മുമ്പിലും
ഉദാഹരണ സ്വരൂപമായി മാറുക, മാതൃകാരൂപമായി മാറുക. स्लोगन: हर संकल्प, वाणी और कर्म में रूहानियत धारण करो, तब सर्विस में रौनक आएगी. ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ആത്മീയതയെ ധാരണ ചെയ്യുക, അപ്പോൾ സേവനത്തിൽ തിളക്കമുണ്ടാകും. അച്ഛ, ഓം ശാന്തി.